രസം ഇഷ്ടമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ സദ്യ രസമാണെങ്കിലോ അത് പറയുകയും വേണ്ട. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അസാധ്യ രുചിയിലുള്ള ഒരു സദ്യ സ്പെഷ്യൽ രസമാണ്. അപ്പൊ എല്ലാവർക്കും കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റിലൊരു രസം ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ മൂടി വെച്ച് വേവിക്കുവാണ്. ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയാണ്. അതിവിടെ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുവാണ് നമ്മൾ. പിന്നെ വേണ്ടത് 2 പഴുത്ത തക്കാളിയാണ്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. 1 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. തക്കാളി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഒന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി നമ്മൾ ആ തൊലിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഉള്ളിയും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളകും ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇടികല്ല് ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരു ഉരുളി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. പച്ചമണം മാറി അതൊന്ന് ചെറിയ കളർ മാറി വരണം. ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടത്. ഇപ്പം അതിന്റെ കളർ മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തത്. കൂട്ടത്തിൽ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് അതിന്റെ പച്ചമണം മാറിയപ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി കട്ട് ചെയ്തതും 2 ടീസ്പൂൺ ഉപ്പും കൂടെയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തേക്കുന്നത്. ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചപ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കുവാണ്. നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ തക്കാളി ഇങ്ങനെ വെന്ത് ഉടച്ച് ചേർക്കുമ്പോൾ ഈ രസത്തിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് കേട്ടോ സദ്യക്ക്. അപ്പോൾ നമ്മുടെ തക്കാളിക്കൂട്ടിലേക്ക് പിഴിഞ്ഞു വെച്ചിരുന്ന വാളംപുളിയുടെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ സദ്യ സ്പെഷ്യൽ അവിയലിന്റെയും സാമ്പാറിന്റെയും റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് അടിയിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ രസം തിളപ്പിക്കാറില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും കൂടെ തുവരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പരിപ്പ് വെന്ത വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതൊന്നുകൂടി തിളപ്പിക്കണം. അതിന് ഞാൻ കുറച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. ഇപ്പൊ നന്നായിട്ട് നമ്മുടെ രസം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി ഇടുമ്പോൾ രസത്തിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അതിലേക്ക് 1 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടെ വരുമ്പോഴാണ് നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിഡിലൻ ടേസ്റ്റിലുള്ള സദ്യ രസം. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.